സോ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഈവൻ്റ് എന്താണ്, സാമ്പിൾ സ്പേസ് എന്താണ് എന്നൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലിമെൻറ്റ് ഓഫ് ആൻ ഈവൻ്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രയലിൽ ഒരു പ്രാവശ്യം ഇടുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ടിനെയാണ് ഔട്ട്കം എന്ന് പറയുന്നത്. ഔട്ട്കമ്മുകളുടെ കളക്ഷനാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഒരു ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പോഴും ആവശ്യമുള്ളത് കൊണ്ടാണ്, മറന്നു പോയതെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഈവൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഔട്ട്കമ്മുകളിൽ നിന്നും ചില ഔട്ട്കം മാറ്റിവെച്ച് കിട്ടുന്ന ചെറിയ സബ്സെറ്റിനെയാണ് ഒരു ഈവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈവൻ്റ് വെച്ചിട്ട് ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, അത് ഒരു ഈവൻ്റ് സംഭവിക്കാനുള്ള സാധ്യത അതെങ്ങനെ മെഷർ ചെയ്യാം, ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഈവൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ്. നമ്മൾ സെറ്റൊക്കെ പഠിക്കുന്ന സമയത്ത് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവും. എന്താ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിലില്ലാത്ത മറ്റ് എലമെൻറ്റുകൾ, ഏതെങ്കിലും എലമെൻറ്റുകൾ ആ സെറ്റിൽ ഇല്ലാത്തതുണ്ടോ അങ്ങനെയുള്ള എലമെൻറ്റുകളെല്ലാം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സെറ്റിനെ, യൂണിവേഴ്സൽ സെറ്റിലെ ആ സെറ്റിൽ ഇല്ലാത്ത എലമെൻറ്റുകളിലെ ആ കളക്ഷനെയാണ് നമ്മൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. എ സി, എ ബാർ, അങ്ങനെ പല രീതിയിൽ അതിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇവിടെയും അതേ കോൺസെപ്റ്റ് തന്നെയാണ് കോംപ്ലിമെൻറ്റ് ഓഫ് എ ഈവൻറ്റ്. അതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ചെറിയൊരു വീഡിയോ ആണ്, 10-15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ആ കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം പ്രീ റിക്വസൈറ്റായിട്ട് നിങ്ങൾ എന്ത് അറിഞ്ഞിരിക്കണം, ഈവൻ്റ് എന്താണെന്നും സാമ്പിൾ സ്പേസ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും അറിഞ്ഞാലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. Now complement. Let E be an event. The set of all outcomes in the sample space that are not included in the event E is called the complement of E and is denoted by E dash, E prime. അങ്ങനെ പല രീതിയിൽ E prime എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെഫിനിഷൻ ക്ലിയർ ആണ്. ഒരു സാമ്പിൾ സ്പേസ് ഉണ്ടാകും. സാമ്പിൾ സ്പേസിലെ ഒരു സബ്സെറ്റിനെയാണ്, സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റിനെയാണ് നമ്മൾ ഈവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഈവൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഈവൻറ്റിൽ ഉൾപ്പെടാത്ത സാമ്പിൾ സ്പേസിലുള്ള മറ്റ് എലമെൻറ്റുകളെയാണ് നമ്മൾ കോംപ്ലിമെൻ്റ് ഓഫ് ഇ എന്ന് പറയുന്നത്. ആൻഡ് അതിനെ നമ്മൾ ഇ പ്രൈം എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ കോംപ്ലിമെൻറ്റിൻ്റെ ഡെഫിനിഷൻ. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ടോസിങ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ സാമ്പിൾ ഒറ്റ പ്രാവശ്യം ടോസ് ചെയ്യുന്നുള്ളൊരു കോയിൻ, അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്താണ്, ഹെഡും ടെയിലുമാണ്. അതിൽ ഇ എന്ന് പറയുന്ന ഈവൻ്റ് ഗെറ്റിംഗ് എ ഹെഡ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇ എന്ന് പറയുന്ന ഈവൻ്റ് ഗെറ്റിംഗ് എ ഹെഡ് ആണെങ്കിൽ അതിൻ്റെ ഔട്ട്കം ആ ഇ എന്ന് പറയുന്ന ആ ഈവൻ്റ് എച്ച് ആണ്. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിലുള്ള ഈലത്തെ എലമെൻറ്റുകൾ അല്ലാത്തുള്ള എലമെൻറ്റുകൾ. അപ്പോൾ സാമ്പിൾ സ്പേസിൽ ഏതൊക്കെ എലമെൻറ്റുകളാണുള്ളത്, ഒരു പ്രാവശ്യമാണ് കോയിനെ ടോസ് ചെയ്യുന്നത്. അപ്പോൾ എച്ചും ടിയുമാണ് സാമ്പിൾ സ്പേസ് വരുന്നത്. അതിൽ ഇ എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്ന ഗെറ്റിംഗ് എ ഹെഡാണ്. അപ്പോൾ ഈ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇയിലില്ലാത്ത എലമെൻറ്റുകൾ ടി എന്ന് പറയുന്നത് മാത്രമായിരിക്കും അതിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇ പ്രൈം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ടി എന്ന് പറയുന്ന സെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കോംപ്ലിമെൻറ്റിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ഡെഫിനേഷനായിട്ട് പറയാനുള്ള ബാക്കിയുള്ള പ്രോബ്ലത്തിലൂടെ നമുക്ക് മനസ്സിലാകാം. ചെറിയൊരു വീഡിയോ ആണ്, വളരെ പെട്ടെന്ന് കഴിയും. Now consider the experiment of rolling a die. Let E be the event, number is at least 5. Find E prime and probability of E prime. ക്ലിയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡൈ നമ്മൾ ഇടുകയാണ്, 1 മുതൽ 6 വരെ എഴുതിയിട്ടുള്ള ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുകയാണ്. അതിൽ അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. എന്താണ് സാമ്പിൾ സ്പേസ്, 1 2 3 4 5 6 ഇതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസിലെ എലമെൻറ്റുകൾ വരുന്നത്, ഔട്ട്കംസ് വരുന്നത്. സാമ്പിൾ സ്പേസ് ആയിട്ട് നമ്മൾ എഴുതുന്നത് 1 2 3 4 5 6 ആണ്. Now E is the event, number is at least 5. അപ്പോൾ E എന്ന് പറയുന്ന ഈവൻ്റ് എന്താണ്, അറ്റ്ലീസ്റ്റ് 5 എങ്കിലും നമ്പർ വരിക, ഇടുമ്പോൾ 5 എങ്കിലും കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇ എന്ന് പറയുന്ന ഈവൻ്റ്. അപ്പോൾ ഡൈ ഒരു പ്രാവശ്യം ത്രോ ചെയ്യുമ്പോൾ 5 എങ്കിലും കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഈവൻ്റ്. അങ്ങനെയാണെങ്കിൽ ഈ കോംപ്ലിമെൻ്റ് ഓഫ് ഇ പ്രൈമും പ്രോബബിലിറ്റി ഓഫ് ഇ പ്രൈമും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക്. ഗിവൺ ഇ ഈസ് നമ്പർ, ദ ഈവൻ്റ് ഇ ഈസ് ഗിവൺ ആസ് നമ്പർ റോൾഡ് ഈസ് അറ്റ്ലീസ്റ്റ് 5. നമ്മൾ ഇടുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 5 എങ്കിലും കിട്ടണം. ഒരു പ്രാവശ്യം ഡൈ ഇടുമ്പോൾ അറ്റ്ലീസ്റ്റ് 5 എങ്കിലും കിട്ടണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 5 എങ്കിലും കിട്ടുന്ന ഡൈ ഇടുമ്പോൾ ഏതൊക്കെയാണ് കിട്ടുക, 1 2 3 4 5 6. അപ്പോൾ അറ്റ്ലീസ്റ്റ് 5 എങ്കിലും കിട്ടണം എന്ന് പറയുമ്പോൾ ഏതൊക്കെ സാധ്യതകളാണുള്ളത്, 5 ആകാം അല്ലെങ്കിൽ 6 ആകാം. അപ്പോൾ നമ്പർ റോൾഡ് ഈസ് അറ്റ്ലീസ്റ്റ് 5 ഈസ് ദ സെയിം ആസ് നമ്പർ ഈസ് 5 or 6. അറ്റ്ലീസ്റ്റ് 5 എന്ന് പറഞ്ഞാൽ 5 അതിൽ കൂടുതലോ, 5 മാറും. ഇത്ര ഈ 2 മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ഈ പ്രൈം എന്തായിരിക്കും, ഇ എന്ന് പറയുന്നത് നമ്പർ ഈസ് 5 or 6 അല്ലെങ്കിൽ നമ്പർ റോൾഡ് ഈസ് അറ്റ്ലീസ്റ്റ് 5. ഈ പ്രൈം എന്തായിരിക്കും, നമ്പർ റോൾഡ് ഈസ് ലെസ് ദാൻ 5.
ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും ഈ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഈ പ്രൈം വരുന്നത്. ഇ എന്ന് പറയുന്നത് നമ്പർ ഈസ് അറ്റ്ലീസ്റ്റ് 5, മിനിമം 5 എങ്കിലും കിട്ടണം എന്നുള്ളതാണ് ഇ എന്ന് പറയുന്ന ഈവൻ്റ്. അപ്പോൾ അതിൻ്റെ നേരെ വിപരീതം കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? എറിയുമ്പോൾ കിട്ടുന്ന സംഖ്യ 5ൽ കുറവായിരിക്കണം. മിനിമം 5 എങ്കിലും കിട്ടണം എന്നുള്ള ഈവൻ്റ് എങ്കിൽ എറിയുമ്പോൾ കിട്ടുന്നത് 5ൽ കുറവായിരിക്കണം എന്നുള്ളതാണ് എന്ത് വരുന്നത്? നമ്മുടെ കോംപ്ലിമെൻ്റ് ആയിട്ട് വരിക. അതായത് ഇ പ്രൈം ഈസ് നമ്പർ റോൾഡ് ഈസ് ലെസ് ദാൻ 5. അവിടെ നമ്പർ റോൾഡ് ഈസ് അറ്റ്ലീസ്റ്റ് 5 ആണ് നമ്മുടെ ഈവൻ്റ്. അപ്പം അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമ്പർ റോൾഡ് ഈസ് ലെസ് ദാൻ 5. നമ്പർ റോൾഡ് ഈസ് ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പറുകൾ വരാം? നമ്പർ ഈസ് 1, 2, 3 or 4. അപ്പോൾ ഡൈ ഇടുന്ന സമയത്ത് 5ൽ കുറവായിരിക്കണം നമ്പർ വരിക എന്ന് പറഞ്ഞാൽ 5ൽ കുറവ് വരുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4 ആണ്. അപ്പോൾ ഇ എന്ന് പറഞ്ഞത് ഇതാണ് ഈവൻ്റ് എങ്കിൽ ഇ പ്രൈം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള നമ്പർ ഈസ് 1, 2, 3, 4 ആണ് നമ്മുടെ ഈവൻ്റ്. നൗ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താ വരിക? അതും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് ഇ പ്രൈം എന്നും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം നമുക്ക്. പ്രോബിലിറ്റി ഓഫ് ഇ ഈസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 or 6. That is probability of getting 5 plus probability of getting 6. നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആഡ് ചെയ്യാണ് ചെയ്യുക. 5 അല്ലെങ്കിൽ 6 കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിട്ടേണ്ട പ്രോബിലിറ്റി പ്ലസ് 6 കിട്ടേണ്ട പ്രോബിലിറ്റി. അപ്പം പ്രോബിലിറ്റി ഓഫ് 5 or 6 ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് 5 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 6. പ്രോബിലിറ്റി ഓഫ് 5 ഒരു പ്രാവശ്യം എറിയുമ്പോൾ 5 കിട്ടുക എന്ന് പറഞ്ഞാൽ 1/6 ആണ്. കഴിഞ്ഞ വീഡിയോ നോക്കുക. ഒരു ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഈവന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് 5 എന്ന് പറഞ്ഞാൽ 1/6 ആണ്. പ്രോബിലിറ്റി ഓഫ് 6 എന്ന് പറഞ്ഞാൽ അഗൈൻ 1/6 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ അതായത് പ്രോബിലിറ്റി ഓഫ് 5 or 6 എന്ന് പറഞ്ഞാൽ 1/6 പ്ലസ് 1/6 that is 2/6 that is 1/3. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. പ്രോബിലിറ്റി ഓഫ് ഇ ബാർ അല്ലെങ്കിൽ ഇ പ്രൈം എന്താണെന്നുള്ളത് നോക്കാം. പ്രോബിലിറ്റി ഓഫ് ഇ പ്രൈം എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 or 2 or 3 or 4, 1, 2, 3, 4 ഇതിൽ ഏതെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോബിലിറ്റി ഓഫ് 1 ഗെറ്റിംഗ് 1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 ഓർ ആണ്. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 that is 4/6 or that is 2/3. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് 1/3 ആണ്. പ്രോബിലിറ്റി ഓഫ് ഇ പ്രൈം എന്ന് പറയുന്നത് 2/3 ആണ്. ശ്രദ്ധിച്ചറിയാം 2/3 is 1 minus 1/3. 2/3 1 minus 1/3 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കോംപ്ലിമെൻറ്റ് ഓഫ് എൻ ഈവൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. കോംപ്ലിമെൻറ്റ് ഓഫ് ഈവൻറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണിത്. പ്രോബിലിറ്റി ഓഫ് ഇ പ്രൈം ഈസ് നമ്മളിവിടെ പറഞ്ഞു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ പ്രൈം ഈസ് 1. കോംപ്ലിമെൻറ്റിൻ്റെയും ഈവൻറ്റിൻ്റെയും പ്രോബിലിറ്റി കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1 ആണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രോബിലിറ്റി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഇ പ്രൈം ഈസ് 1. ഇതിൻ്റെ വേറെ തരത്തിലിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് ഇ ഈസ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ്. ഇത് ഒബ്വിയസ് ആണ്, നമ്മൾ ഈ എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട റിസൾട്ടുകൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. പ്രോബിലിറ്റിയിലെ പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ്. പ്രോബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഈസ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഈസ് 1. കോംപ്ലിമെൻറ്റിൻ്റെയും ഇവൻറ്റിൻ്റെയും പ്രോബിലിറ്റി കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1 ആണ് നിങ്ങൾക്ക് കിട്ടുക. ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ചൊന്ന് മാത്രം. കൺസിഡർ ദ എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് എ കോയിൻ. Tossing a coin once. E be the event of getting a head. Find E prime. ഞാൻ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. ജസ്റ്റ് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു ഉള്ളപ്പോൾ എഴുതി വെച്ചു എന്ന് പറയാം. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് എന്താണ്? ഒരു കോയിൻ ടോസ് ചെയ്യുക എന്നുള്ളതാണ്. കോയിൻ ടോസ് ചെയ്യുക, ഒറ്റ പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. അതിലത്തെ ഈവൻ്റ് എന്താണ്? ഇ ബി ദ ഈവൻ്റ് ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്. ഒരു ഹെഡ് കിട്ടുക എന്ന് പറയുന്നതാണ് അവിടുത്തെ ഈവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈം എന്തായിരിക്കും? ഈ പ്രൈം അല്ലെങ്കിൽ ഈ കോംപ്ലിമെൻ്റ് തരിക അല്ലെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് മുന്നേ പറഞ്ഞ പോലെ ഹെഡും ടെയിൽ HT ആണ് അതിൻ്റെ സാമ്പിൾ സ്പേസ് വരുന്നത്. ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു HT ഹെഡ് ഓർ ടെയിൽ. നൗ സാമ്പിൾസ് അല്ലെങ്കിൽ ഔട്ട്കം ഇ എന്ന് പറയുന്ന ഔട്ട്കം എന്താണ്? ഗെറ്റിംഗ് എ ഹെഡ് ആണ്. അപ്പോൾ അത് H ആണ്. Now what is E prime? E prime എന്ന് പറഞ്ഞാൽ those elements which are not in E എന്ന് പറയുമ്പോൾ it is simply T. അപ്പോൾ E prime is T. Getting a tail എന്ന് പറയുന്നതാണ്. അപ്പോൾ E prime is outcomes not in E, that is simply T. Now what is the probability of E? E എന്ന് പറഞ്ഞാൽ H കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ 1 divided by 2 അതാണ് പ്രോബിലിറ്റി ഓഫ് ഇ. പ്രോബിലിറ്റി ഓഫ് ഇ പ്രൈം എന്താണ്? അഗെയിൻ 1 divided by 2. 1 minus 1/2. ഈ 1 minus പ്രോബിലിറ്റി ഓഫ് ഇ 1 minus 1/2 that is 1/2. അപ്പോൾ അതാണ് ഈ ചെറിയൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ദാറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് കോംപ്ലിമെൻറ്റ്. ഒരു ചെറിയ പ്രോബ്ലം കൂടെ ചെയ്തിട്ട് എളുപ്പം ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു 10-15 മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ. അത് ആ ടോപ്പിക് അത്രയും ചെറുതായതുകൊണ്ടാണ്, എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. A company is selecting its employees randomly for COVID vaccination using computer.
The employees were given numbers 1 to 6,296. Find the probability of selecting a number less than 1,000. The രണ്ടാമത്തെ question ആണ് കേട്ടോ. This is third one. Now this is fourth one. Now this is second one. And a number greater than 1,000. രണ്ടൊറ്റ question അല്ല. Find the probability of selecting a number less than 1,000. അത് ആദ്യത്തെ question. Find the probability of selecting a number greater than 1,000. രണ്ടാമത്തെ question. മൂന്നാമത്തെ question. Find the probability of selecting a number divisible by 1,000. Find the probability of selecting a number not divisible by 1,000. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്താണ്? ഒരു കമ്പനി അതിൻ്റെ എംപ്ലോയീസിനെ ചൂസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? എന്തിനാണ് ചൂസ് ചെയ്യുന്നത്? കോവിഡ് വാക്സിനേഷൻ കൊടുക്കാനായിട്ട് കമ്പനി എംപ്ലോയീസിനെ ചൂസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് കമ്പനി ചൂസ് ചെയ്യുന്നത്? ഓരോ എംപ്ലോയിക്കും ഓരോ നമ്പർ കൊടുത്തിരിക്കുകയാണ്. 1 മുതൽ 6,296 വരെ ഓരോ എംപ്ലോയിക്കും നമ്പർ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് കമ്പ്യൂട്ടറിനോട് പറയുകയാണ് റാൻഡമായിട്ട് ഒരു നമ്പർ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എംപ്ലോയീസ് 1 മുതൽ 6,296 എംപ്ലോയീസ് ഉണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ വഴി എന്ത് ചെയ്യുന്നു? റാൻഡമായിട്ട് കമ്പ്യൂട്ടറാണ് ചൂസ് ചെയ്യുന്നത്. ഏത് നമ്പറുള്ള ആളെ ചൂസ് ചെയ്യണം, ഏത് നമ്പർ ചൂസ് ചെയ്യണം എന്നുള്ളത് കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആദ്യത്തെ നോക്കാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ നമ്പർ ലെസ് ദാൻ 1,000. 1000-ൽ കുറവ് നമ്പർ 1000-ൽ കുറവ് ആവാൻ ചൂസ് ചെയ്യുമ്പോൾ 1000-ൽ കുറവ് ആവാനുള്ള നമ്പർ 1000-ൽ കുറവ് എടുക്കുന്ന നമ്പർ 1000-ൽ കുറവ് ആവാനുള്ള സാധ്യത. ഒരു കമ്പ്യൂട്ടർ എവിടുന്ന് വേണമെങ്കിൽ നമ്പർ ചൂസ് ചെയ്യാം. അപ്പോൾ റാൻഡമായിട്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മൊബൈലിലൊക്കെ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഷഫിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഈ ഷഫിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെയ്യുന്നത് എന്താണ്? റാൻഡമായിട്ട് പിക്ക് ചെയ്യുകയാണ് ചെയ്യുക പാട്ടുകൾ. അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിന് ഇഷ്ടമുള്ള രീതിയിൽ പിക്ക് ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടർ പിക്ക് ചെയ്യുന്ന നമ്പർ 1000-ൽ കുറവ് വരാനുള്ള സാധ്യത നമ്മുടെ എഴുതിയിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ നമ്പർ ലെസ് ദാൻ 1,000 ഈക്വൽ ടു ലെസ് ദാൻ 1,000. അപ്പോൾ എത്ര നമ്പറുകൾ അതിലുള്ളത്? 1, 2 up to 999 നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പറുകൾ ചൂസ് ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ നമ്പർ ലെസ് ദാൻ 1,000 ഈസ് ദ സെയിം ആസ് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 1, 2, 3 etc. 999. That is equal to നമ്മൾ ഈവൻറ്റിൻ്റെ പ്രോബിലിറ്റി പറഞ്ഞത് എന്താണ്? നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് ദ ഈവൻറ്റ് ഇ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇവിടെ ഈവൻറ്റിൽ എത്ര ഔട്ട്കംസ് എത്ര എലമെൻസാണ് ഉള്ളത്? ഈ ഈവൻറ്റിൽ എത്ര എലമെൻറ്റുകളാണ് ഉള്ളത്? 999 ഈവൻറ്റ്സ് ആണ് അതിലുള്ളത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 6296 ആണ്. 999 ഡിവൈഡ് ബൈ 6296 ദാറ്റ് ഈസ് 0.16. അപ്പോൾ കമ്പ്യൂട്ടർ 1000-ൽ കുറവ് ഒരു നമ്പർ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.16 ആണ്. നൗ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 1,000, 1000-ൽ കൂടുതൽ ഒരു നമ്പർ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പോൾ ഇതിൻ്റെ ഔട്ട്കംസ് ഏതൊക്കെയാണ്? 1001, 1002, 1003 അപ് ടു 6296. എത്ര ഔട്ട്കംസ് ഉണ്ടാകും? 5,296. 1000 പേര് ഇവിടെ പോയി. 1000 വരെ ആകുമ്പോൾ 1000 നമ്പറുകൾ മാറ്റി വയ്ക്കുക. 1000-ന് മീതെ വരണം. എത്ര ഔട്ട്കംസാണ് ഉള്ളത്? 5,296. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്താണ്? 6,296. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 1,000 എന്ന് പറയുന്നത് 5,296 ഡിവൈഡ് ബൈ 6,296 ദാറ്റ് ഈസ് 0.84. നമുക്ക് ലോജിക്ക് ഉപയോഗിച്ചാൽ തന്നെ അറിയാൻ പറ്റും. 1000-ൽ കുറവ് കുറച്ച് നമ്പറുകളേ ഉള്ളൂ. അപ്പോൾ അത് എടുക്കാനുള്ള സാധ്യത കുറവാണ്. അതാണ് 0.16 ആയിട്ട് വന്നിട്ടുള്ളത്. 1000-ൽ കൂടുതൽ നമ്പറുകളാണ് എണ്ണത്തിൽ കൂടുതലുള്ളത്. 5000 ചില നമ്പറുകളുണ്ട്. അപ്പോൾ അതിനാണല്ലോ കൂടുതൽ സാധ്യത എടുക്കാനായിട്ട്. ദാറ്റ് ഈസ് 5296 ഡിവൈഡ് ബൈ 6296 ദാറ്റ് ഈസ് 0.84. അപ്പോൾ അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നൗ പ്രോബബിലിറ്റി ഓഫ് ചൂസിങ് എ നമ്പർ ഡിവിസിബിൾ. പ്രോബബിലിറ്റി ഓഫ് ചൂസിങ് എ നമ്പർ ഡിവിസിബിൾ ബൈ 1000. 1000-ൽ ചൂസിങ് എ നമ്പർ ഡിവിസിബിൾ ബൈ 1000 എന്ന് പറയുമ്പോൾ ഈ 1 മുതൽ 6,296 നമ്പറുകളിൽ 1000 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പറുകൾ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി ഓഫ് ചൂസിങ് എ നമ്പർ ഡിവിസിബിൾ ബൈ 1000 എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ചൂസിങ് ഏതൊക്കെ നമ്പറുകളാണ് 1000 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത്? 1 മുതൽ 6,296 വരെയുള്ള നമ്പറുകളിൽ 1000 ഡിവിസിബിൾ ആണ്, 2000 ഡിവിസിബിൾ ആണ്, 3000 ഡിവിസിബിൾ ആണ്, 4000, 5000, 6000. ഈ നമ്പറുകളാണ് ചൂസ് ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ എ നമ്പർ ഡിവിസിബിൾ ബൈ 1000 ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതിയിട്ടുള്ള നമ്പറുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. എത്ര ഔട്ട്കംസ് ആണ് ഈവൻറ്റിനുള്ളത്? ഈ ഈവൻറ്റിന് എത്ര ഔട്ട്കംസ് ആണ്? 6 ഔട്ട്കംസ് ആണുള്ളത്. 1, 2, 3, 4, 5, 6 6 ഔട്ട്കംസ് ആണ് ഈ ഈവൻറ്റിനുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് elements in the event E, the number of outcomes of E 6 divided by total number of outcomes, that is 6,296. അതായത് 6 by 6296 that is 0.0009. വളരെ വിരളമായിട്ടുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ഇത്
1000 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ചൂസ് ചെയ്യാൻ, കമ്പ്യൂട്ടർ ചൂസ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, 0.0009 ആണ്. അത്രയും വിരളമായിട്ടുള്ള സാധ്യതയാണുള്ളത്. കാരണം അത് എണ്ണം കുറവാണ്. ഇത്രയും നമ്പറുകളിലൊന്നും ചൂസ് ചെയ്യണ്ടേ. മറ്റേതുപോലെ അത്രയും എണ്ണങ്ങളില്ല, ഇത്രയും കുറച്ച് എണ്ണങ്ങളേ ഉള്ളൂ. അപ്പോൾ അതാണ് അത് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 1000 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്തൊരു നമ്പർ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ, ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ചൂസിങ് എ നമ്പർ ഡിവിസിബിൾ ബൈ 1000ൻ്റെ നേർ വിപരീതമാണ് ചൂസിങ് എ നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 1000. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 1000 ഈസ് പ്രോബിലിറ്റി ഓഫ് ചൂസിങ് എ നമ്പർ probability of choosing a number divisible by 1000 prime. ഇവിടെ പ്രൈം ഇട്ടിട്ടുണ്ട്, വിട്ടുപോകരുത്, കോംപ്ലിമെൻ്റ് ഇട്ടിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് ചൂസിങ് എ നമ്പർ ഡിവിസിബിൾ ബൈ 1000 ഹോൾ പ്രൈം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ചൂസിങ് എ നമ്പർ ഡിവിസിബിൾ ബൈ 1000. Probability of E prime is 1 minus probability of E. അപ്പോൾ probability of choosing a number divisible by 1000 prime is 1 minus probability of choosing a number divisible by 1000. That is 1 minus 0.0009, that is 0.999. 1 minus 0.0009 is 0.999. ഇത് വളരെ ലോജിക്കായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് 1000 ഡിവിസിബിൾ അല്ലാത്ത നമ്പർ കിട്ടാനുള്ള സാധ്യത, ചൂസ് ചെയ്യാനുള്ള സാധ്യത അത് വളരെ കൂടുതലായിരിക്കും. കാരണം എണ്ണത്തിൽ അത് വളരെ കൂടുതലാണ്. 1 മൈനസ് 0.0009, that is probability of പ്രൈം. ഈ പ്രൈം എന്ന് പറയുന്ന ഫോർമുലയാണ്. ഈ കോംപ്ലിമെൻറ്റിൻ്റെ റിസൾട്ടാണ് ഇവിടെ വളരെ എളുപ്പത്തിൽ, പല സിറ്റുവേഷൻസിലും വളരെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ ചെയ്ത് നോക്കണം. പ്രോബിലിറ്റി ഓഫ് ചൂസിങ് എ നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 1000 എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് ചൂസിങ് 1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ചൂസിങ് 2 അങ്ങനെ ആഡ് ചെയ്ത് പോണ്ടി വരും. ഒരുപാട് നമ്പറുകൾ ആഡ് ചെയ്യേണ്ടി. ഇത് നേരെ തിരിച്ച് ഇതിൻ്റെ നേരെ വിപരീതം എടുത്തപ്പോൾ വളരെ എളുപ്പത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടി. സോ ദാറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് കോംപ്ലിമെൻറ്റ് ഓഫ് ആൻ ഇവൻറ്റ് and how to find the probability of complement of an event. വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഒരു വീഡിയോയിൽ ശരിക്കില്ല, പക്ഷേ നമ്മളിത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് നേരിട്ട് റിലേഷൻ ഇല്ലാത്തൊരു ടോപ്പിക്കാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നോട്ട്സ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലും പറഞ്ഞിട്ടുള്ളത്. ഒരു സിംഗിൾ പേജാണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് നോക്കാവുന്നതാണ്. സോ ബാക്കിയുള്ളത് അടുത്ത കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ്. അത് അടുത്ത വീഡിയോയിൽ അതിൻ്റെ പ്രോബ്ലംസൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ.